നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു വിഭവമല്ല, രണ്ട് വിഭവങ്ങളാണ്. ഒന്നൊരു എരിവുള്ളതും ഒന്നൊരു മധുരമുള്ളതും. എരിവുള്ളത് സോയ പെപ്പർ ഫ്രൈ. സോയ പെപ്പർ ഫ്രൈ എന്ന് വെറുതെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ ഉള്ളിയും കുരുമുളകും ഇട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കണ പോലെയല്ല. ഇത് ചോറിനും ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ മഖാന എന്ന് പറയും, ലോട്ടസ് സീഡ്, അതായത് താമരയുടെ കുരു. അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. മഖാന എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം. അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാം, മസാല മഖാന എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഗ്രേവി ആയിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കാണിക്കാം ഓരോ ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമാണ്. അതുകൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കാൻ പോണെന്ന്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ഉണ്ടാക്കി നോക്കണം. ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നെല്ലാം എന്നെ അറിയിക്കണം കേട്ടോ. കമൻറ്റിലിട്ടാൽ മതി. അപ്പോൾ ഞാനത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ റിപ്ലൈ തരുകയും ചെയ്യാം. അപ്പോൾ ഇനി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് അടിപൊളി ഒരു സോയ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, ആദ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബാക്കി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ നമ്മൾ വാങ്ങുന്ന സോയ ഒരു 75 ഗ്രാം എടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം. അതിന് ശേഷം പച്ചവെള്ളത്തിലും 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വലിയതൊക്കെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ മസാല പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരിടത്തരം സവോള. പിന്നെ ഒരിടത്തരം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളി വേണ്ടവർക്ക് ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളിയും കൂടി നുറുക്കിയതിൽ ഒരുമിച്ച് വെച്ചാൽ മതി. ഞാൻ വെളുത്തുള്ളി അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് വെളുത്തുള്ളി എടുക്കണില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ പൊടികളൊക്കെ വേണം, അത് ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും വേണം, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് എടുത്ത് വെക്കണം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. സോയൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും സോയ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം നമ്മൾ, കറിയായിട്ടോ ഫ്രൈ ആയിട്ടോ. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. സവോള മൂക്കാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല. എരിവ് അധികം വേണ്ടവർക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളകിൻ്റെ എരിവ് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി എരിവ് അധികം ഉണ്ടാക്കിയിട്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾ 1-2 മുറിച്ചിട്ട് കൊടുത്താൽ പച്ചമുളകിൻ്റെ മണം കൂടി ഇതിന് നല്ല ടേസ്റ്റാണ്. ആ മണം കൂടി വരുമ്പോൾ നന്നായിരിക്കും ഇത്. എൻ്റെ പച്ചമുളകും ഇവിടെ വാങ്ങിയത് ഭയങ്കര എരിവാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവായി പോകും. ഇവിടെ അധികം എരിവ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. തക്കാളി ഒന്ന് വാടട്ടെ.
തക്കാളിയൊക്കെ നല്ലോണം ഉടയുന്നുണ്ട്. തക്കാളി വെന്തു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. തീ താഴ്ത്തി വയ്ക്കണം. സിമ്മിൽ വെച്ചാൽ മതി പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചേക്കണ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ കലക്കി വെച്ചേക്കണമെന്ന് പറയാൻ കാരണം ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് കലക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇത് ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ പൊടി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല എല്ലാ സോയയിലേക്കും പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ സോയയുടെ ഉള്ളിലേക്കൊക്കെ മസാലയുടെ ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ഇറങ്ങണം. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇതെല്ലാം സോയയിലും മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. സോയയ്ക്ക് അധികം വേവൊന്നുമില്ല. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വറ്റിയെടുത്താൽ മതി. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. സോയ ഒന്ന് വേവണ വരെ നമുക്ക് അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് ഈ വെള്ളവും വറ്റണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി അടയ്ക്കണ്ട, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. സോയൊക്കെ വെന്തിട്ടുണ്ട്. അതിനധികം വേവൊന്നുമില്ല, വേഗം വേവും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ഓരോന്നും വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു സോയ ഫ്രൈയും കൂടി ഉണ്ട്. ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അതിന് തക്കാളി തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ നമുക്ക് സ്നാക്കായിട്ടും കൂടിയും കഴിക്കാൻ പറ്റുന്ന പോലെ, ചായയുടെ കൂടെയൊക്കെയോ അങ്ങനെ സ്നാക്കായിട്ടും കൂടിയും കഴിക്കാൻ പറ്റുന്നൊരു സോയ ഫ്രൈ ഉണ്ട്. ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. ഇത് നമുക്ക് ചോറിന് എടുക്കാം, ചപ്പാത്തിക്ക് എടുക്കാം, അങ്ങനെ. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടാൻ പോവാം. അതിനു മുമ്പ് കുരുമുളക് പൊടി ഇട്ടില്ല. കുരുമുളക് പൊടി ആദ്യം ഇടണം. കുരുമുളക് പൊടി നല്ലോണം ഇട്ട് കൊടുക്കണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് അല്ലേ കൂടുതൽ വേണ്ടത്.
കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം. ഇനി കരിവേപ്പിലയും മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കുരുമുളകിൻ്റെയും മസാലയുടെയൊക്കെ. ഇനി വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി അവസാനം ഇട്ട് കൊടുക്കുക. ഞാൻ ഇടുന്നില്ല, കുരുമുളകിൻ്റെ മണം മാത്രം മതിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ഒരു ലേശം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നല്ലൊരു സോയ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് ഒരു പായസമാണ്. ഇത് ലോട്ടസ് സീഡാണ്, താമരയുടെ വിത്ത്, അതിൻ്റെ കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ കാണിക്കാൻ പോണത്. മഖാന എന്ന് പറയും. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇതുകൊണ്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാം, വെറുതെ ഫ്രൈ ആക്കിയിട്ട് മസാല ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ പായസമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. കറി മസാല ഫ്രൈ ഒക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാൻ നോക്കാം. ഒരു 1/2 ലിറ്റർ പാലിനുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോൾ 2 പിടി മഖാന ഉണ്ടാവും. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇടാം. പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തിടാം, മുന്തിരിങ്ങ വറുത്തിടാം, പിന്നെ ഏലക്കായ, അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ ഈ മഖാന ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിം മതി. ഇങ്ങനെ ആയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇതിൽ കൂടെ തന്നെ 2 മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വാങ്ങാം. ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ട് 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പാലൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ പാൽ തിളച്ചു. നമുക്ക് അതിലേക്ക് ഈ മഖാന ഒരു പിടി എടുത്ത് മാറ്റി വെക്കണം. ഒരു പിടി നമുക്ക് പൊടിച്ചിട്ട് ഇതിലിടാനുള്ളതാണ്. ഒരു പിടി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ മഖാന ഒന്ന് വേവണം.
ആ സമയം കൊണ്ട് ഞാനൊരു പിടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചു കൊണ്ടുവരാം. ഏലക്കായ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പൊടിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്കായ പൊടിച്ചുള്ളതുകൊണ്ട് ഞാനിത് മാത്രമേ പൊടിക്കണുള്ളൂ. മഖാന ഞാൻ ദേ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് വെന്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മഖാനയൊക്കെ ഇതിൽ കിടന്നിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് തൊടുമ്പോൾ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടോളൂ കേട്ടോ. ഞാനൊരു 3/4 ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇനി ഇതിലൊക്കെ ഈ മക്കാനയിലൊക്കെ പഞ്ചസാര നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മഖാനയില്ലേ അത് ഇതിലിട്ട് കൊടുക്കാം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. കൊഴുപ്പും കിട്ടും. പായസം നല്ല കൊഴുപ്പ് കിട്ടും ഇത് പൊടിച്ച് ചേർത്താൽ. ഇനി ഏലക്കായ പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് മഖാന പൊടിക്കുമ്പോൾ വേണമെങ്കിൽ 2 ഏലക്കായ അതിൻ്റെ കൂടെ പൊടിച്ചാലും മതി. പിന്നെ എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഉള്ളത് കൊണ്ട് ഞാൻ 4 കുങ്കുമപ്പൊടി ഇടുക. കുങ്കുമപ്പൂവ് നല്ലൊരു കളറും കിട്ടും. അതിൻ്റെ നല്ലൊരു ടേസ്റ്റും വരും. ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് എല്ലാം തിളച്ച് പഞ്ചസാര മധുരമൊക്കെ പാകമാണ്. എല്ലാം കൂടി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ശകലം നെയ്യ് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയ 2 വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടും. കുറച്ച് സാധനങ്ങൾ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.